Good afternoon, everyone. Hello. Hello. Good afternoon. Hello, teacher. Hello. Okay. Yeah, okay, good afternoon. Hi. 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 Okay, yeah. So, how are you all? Fine. Fine. Okay, yeah. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് അല്ലെ? മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല മഴയാണോ? Fine. Okay. മഴയാണല്ലേ? എല്ലായിടത്തും മഴയാണ്. സംസാരിക്കൂട്ടോ. സംസാരിക്കണം. ഓക്കെ. മഴയാണ്. എല്ലായിടത്തും മഴയാണ്. എവിടെയും മഴയാണ്. വീട്ടില് ഇതൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അല്ലെ? വീട്ടിൽ തന്നെ ഇരിക്കാം. വേറെ ഇപ്പൊ ഓഫ്ലൈനൊക്കെ ആണെങ്കിൽ മടിയാണ് അല്ലെ? പുറത്തോട്ടൊക്കെ പോകാനായിട്ട് മടി വന്നാല് ഇത് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അല്ലെ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എല്ലാവരും ആക്റ്റീവ് അല്ലേ? അത് കഴിഞ്ഞ ക്ലാസ് ഒരു ക്ലാസ് കഴിഞ്ഞ ഷിപ്പാണോ? ഓക്കെ ആണ് എല്ലാവരും? ആക്റ്റീവ് ആണ് ആണോ? ഇംഗ്ലീഷ് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ആണോ? ഇംഗ്ലീഷ് ആണ് എന്ന് വിചാരിച്ചിട്ട് മടിയായിട്ടിരിക്കുകയാണോ? ഇതാണ് അവസ്ഥ. ടെക്സ്റ്റും തംസപ്പും മാത്രമേ വരുന്നുള്ളൂല്ലോ. പറയുന്നില്ല, ആരും സംസാരിക്കുന്നില്ലല്ലോ. റെഡിയാണ്. ഓക്കെ, വെയിറ്റിംഗ് ആണ്. ഇംഗ്ലീഷിന് വേണ്ടി വെയിറ്റിംഗ് ആണോ നിങ്ങള്? ആണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? പറയില്ല, അറിയില്ല, എനിക്ക് വരിക. പൊതുവെ ആരും ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിട്ടാണ്. എല്ലാ ഒന്ന് ഇതാക്കണ്ടല്ലോ വിചാരിച്ച് പറഞ്ഞാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇവിടെ നിന്ന് വെറുതെ ക്ലാസ്സിൽ വന്ന് ഒരുപാട് സംസാരിക്കും, നിങ്ങളൊന്നും വേണ്ടില്ല. നിങ്ങൾക്ക് പറയാനുണ്ടോ? ഉണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംസാരിക്കാവുന്നതാണ്. ഓക്കെ. ബ്രേക്ക് ഞാൻ പറഞ്ഞിട്ട് ആരും ഒന്നും വേണ്ടതില്ല. കൊള്ളാലോ. ആരും വേണ്ടതില്ല. ഓക്കെ, നെക്സ്റ്റ് അല്ല ഞാൻ പറയും സംസാരിക്കണം. കേൾക്കണം പറയുന്നത്. വെരി ഗുഡ്. എന്നാ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. ഓക്കെ എങ്കിൽ ഓക്കെ. ഇത് അറിയാലോ, ഇംഗ്ലീഷ് എന്തിനാണ് നിങ്ങൾക്ക് കോഴ്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? എന്തിനാണ്? സ്കില്ലാണല്ലേ? സ്കിൽ ഇംപ്രൂവ്മെന്റ് ആണ്, ലാംഗ്വേജ് സ്കില്ലാണ്. ഇവിടെ ഇംഗ്ലീഷ് പോയിട്ട് മലയാളം പോലും സംസാരിക്കുന്നില്ല, പിന്നെയാണ് ലാംഗ്വേജ് സ്കില്ല്. ആണോ? അങ്ങനെയല്ലേ പൊതുവേ? എന്തോ ഷിബിന് സംസാരിക്കാറില്ല. ഷിബ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ട് പൊതുവെ. ബാക്കി ആരൊന്നും പറ്റുന്നില്ലല്ലോ. നീതു ഓക്കെ, നീതു സംസാരിച്ചു. വർക്കിലാണ്. ഓക്കെ, വർക്കിലാണെങ്കിൽ സംസാരിക്കണം കേട്ടോ. കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം സംസാരിക്കുക. ഓക്കെ, ഇപ്പൊ എല്ലാവരും വർക്കിലാണെന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് സംസാരിക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം കേട്ടോ. വെറുതെ സഹിച്ചിരിക്കണ്ട. ബോറിംഗ് ആണെങ്കിൽ ക്ലാസ്സിലേക്ക് പോകാം എന്ന് പറയാം, പിന്നെ ക്ലാസ്. ഇതൊന്നും വേണ്ടില്ലെങ്കിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യും? എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ അറിയാനാ? ഓൺലൈൻ അല്ലേ? റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. എനിക്ക് നിങ്ങൾ എന്താണോ അവിടെ ഞാൻ പറയുന്നത് കൺഫ്യൂയാകുന്നുണ്ടോ അല്ലെങ്കിൽ ബോറടിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ പറ്റൂ. അല്ലാതെ എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. ക്ലാസ് അല്ലെന്നാണ് പൊതുവെ ഇങ്ങനെ പറയാ. ബോറിംഗ് അല്ലെന്നാ പറയാ. പിന്നെ ബോറിംഗ് ആണെങ്കിൽ പോലും ഒരു അല്ലെന്നാ പറയാ. ബോറിംഗ് അല്ല മാം, അതെ, നല്ല അടിപൊളി ക്ലാസ്. വിശ്വസിച്ചു. താങ്ക് യു ഫോർ ദ കമന്റ്.
ഓക്കെ, നെഗറ്റീവ് ആയെങ്കിലും പറയും, പോസിറ്റീവ്സ് മാത്രമേ പറയാവൂ, നെഗറ്റീവും പറയാൻ പഠിക്കണം കേട്ടോ. അത് ആരാണെങ്കിൽ പോലും നമ്മൾ നെഗറ്റീവ് പറയണം. സൂപ്പർ ക്ലാസ് ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ ഇതിനു വേണ്ടി ചോദിച്ചല്ല കേട്ടോ, സൂപ്പർ ക്ലാസ് ആണെന്ന് പറയാൻ വേണ്ടി ചോദിക്കുന്നതല്ല. നമുക്ക് നെഗറ്റീവ് പറയണം കേട്ടോ. പോസിറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് നമുക്ക് എല്ലാവരോടും പറയും, പക്ഷെ നെഗറ്റീവ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ഒരു എസ് പറയാൻ സിമ്പിളാ, പക്ഷെ നോ പറയാനാണ് പാടെന്ന് പറയും അല്ലെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, പറഞ്ഞ് പഠിക്കണം നമ്മള്. ആരോടാണെങ്കിൽ പോലും നമുക്ക് പറയാനുള്ളത് പറയണം, മനസ്സിലായോ? അങ്ങനെ വേണം. ഓക്കെ, ക്ലാസ് അടിപൊളിയാണ്. താങ്ക് യു. പഠിക്കുന്നുണ്ടോ? ഇംഗ്ലീഷൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ എടുക്കുന്നത്? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് മതി എനിക്ക്. സംസാരിക്കും വേണം കേട്ടോ. ഞാൻ നിങ്ങളോട് മലയാളം ചുമ്മാ സംസാരിക്കാൻ ഇപ്പോ എന്തെങ്കിലും ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വന്ന് കയറുമ്പോ തന്നെ കുറച്ചു നേരമെങ്കിലും സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കംഫർട്ടബിൾ ആകാൻ വേണ്ടിയാട്ടോ. കാരണം ഞാൻ പറഞ്ഞു, ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻലി അല്ലെ. അപ്പോ ആദ്യം നിങ്ങൾ എന്നോടൊന്ന് സംസാരിക്കണം. അത് ഇംഗ്ലീഷിൽ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, മലയാളത്തിൽ പോലും നിങ്ങൾ സംസാരത്തിന്റെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ അല്ലെ. അൺമ്യൂട്ട് ചെയ്യാൻ പോലും പേടിയുള്ളവരാണ് ക്ലാസ്സിലുള്ളത് പൊതുവെ. ഒരു ഓക്കെ പോലും പറയാനായിട്ട് മടിയാണ് അല്ലെ. അൺമ്യൂട്ട് പറയാ, അതൊക്കെ മാറ്റണ്ടേ നമുക്ക്. എന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷെങ്കിലും സംസാരിക്കാൻ പറ്റൂ അല്ലെ. കുറച്ചെങ്കിലും സംസാരിക്കണ്ടേ, വേണ്ടേ? അപ്പൊ ആദ്യം എന്താണ്, ആദ്യം നമ്മളെ എന്നോട് ആദ്യം ചുമ്മാ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ക്ലാസ്സിൽ കംഫർട്ടബിൾ ആക്കാം. അശ്വതിയാണ് ഞാൻ. അതെ ശരിയാണ് കേട്ടോ. ആദ്യം ക്ലാസ് എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ് ആവുന്നത് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യേണ്ട അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല കേട്ടോ. ആദ്യം സംസാരിക്കൂ, കാഷ്വൽ ആയിട്ട് എന്നോട് സംസാരിക്കൂ. ആദ്യം അൺമ്യൂട്ട് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ ചുമ്മാ സംസാരിക്കാൻ പഠിക്കുക. അതിനുശേഷം ഇംഗ്ലീഷിലേക്കൊക്കെ പോവാം. അപ്പൊ നിങ്ങൾ ഏകദേശം ക്ലാസ്സിൽ സെറ്റ് ആയിരിക്കും. പൊതുവെ ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തിനാ അവര് എന്നോട് അധികം കാര്യമായിട്ടൊന്നും സംസാരിക്കാത്ത സ്റ്റുഡൻസ് വരെയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ടോ? പക്ഷെ എല്ലാ ബാച്ചും അങ്ങനെ നല്ല കേട്ടോ. ചില ബാച്ചിലൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നവരുണ്ട്. ഓക്കെ, അവരൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ടുണ്ട് കേട്ടോ, എന്ന് പറയുന്നില്ല, ഫ്ലുവന്റ് ആയിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം എന്നോട് കംഫർട്ടബിൾ ആകാം. പഠിപ്പിക്കുന്ന ടീച്ചർ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റും പഠിക്കും, ശരിയല്ലേ? നിങ്ങൾക്കൊരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടാകില്ലേ? ഫേവറേറ്റ് സബ്ജക്റ്റും ഫേവറേറ്റ് ടീച്ചറും ഒന്നായിരിക്കും, ശരിയല്ലേ? ശരിയാണ്. ശരിയാണ്. അതെന്തുകൊണ്ടാണ്? ടീച്ചർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് സബ്ജക്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ്. അല്ലാതെ സബ്ജക്ട് ഇഷ്ടപ്പെട്ട് ടീച്ചർ ഇഷ്ടപ്പെട്ടതല്ല. മനസ്സിലായോ? ടീച്ചർക്ക് ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ മനസ്സിലാകുന്നുണ്ട്, ടീച്ചർ സ്റ്റുഡൻസിന് ചോദിക്കാം എന്നൊക്കെ വരുമ്പോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കാ നിങ്ങളും ആ സബ്ജക്ട് ഇഷ്ടപ്പെട്ടു വരികയാണ്. അപ്പൊ എന്താണ്, സബ്ജക്ട് നിങ്ങൾ പഠിക്കും, നല്ല മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത്. അതുകൊണ്ടാ പറയുന്നത്, ആദ്യം കംഫർട്ടബിൾ ആകുക, എന്നോട് കംഫർട്ടബിൾ ആകുക, എന്നോട് സംസാരിക്കും, ഓക്കെ ആകും. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷും ഇഷ്ടപ്പെടും. എന്നെ ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇഷ്ടപ്പെടും. ഓക്കെ ഓക്കെ ആണോ? സെറ്റാണോ? ക്ലാസ് എടുക്കാം, അറിയോ? ഓക്കെ മാം, ക്ലാസ് എടുക്കാം. ഇപ്പോഴും ഒരാളുടെ സൗണ്ടേ കൊടുത്തു, ബാക്കി എല്ലാവരും ഇമോജീസ് ആണ്. കൊള്ളാം. സംസാരിക്കുന്നില്ല, നിങ്ങൾ സംസാരിക്കില്ല എന്ന് വിചാരിച്ചു വന്നാണ് ക്ലാസ്സില്. എന്നാലും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണം. ക്ലാസ്സിൽ നിങ്ങൾ സംസാരിക്കില്ല മിസ്സേ, പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? നടപടിയാകോ? ആലോചിച്ച് നോക്കി, നടക്കോ വല്ലത്? ഇല്ല, ഒന്നും നടക്കില്ല അല്ലെ. തുടങ്ങാം. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. ടെൻസില് സിമ്പിൾ പ്രസന്റ് സ്റ്റാർട്ട് ചെയ്തു, ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണോ? മനസ്സിലായോ? ഫസ്റ്റ് ആക്ഷൻ, പ്രസന്റ് ടെൻസിലെ ഫസ്റ്റ് ആക്ഷൻ ഈസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ക്ലിയർ? Is it clear or not? Do you have any doubts about that? No? Doubts ഒന്നുമില്ല? ഉണ്ട്, ക്ലിയർ ആണ്. ഓക്കെ, ഇനി അത് പറയണോ? ഞാൻ ഒന്നുകൂടെ പറയണോ? അല്ലെങ്കിൽ അടുത്ത ടെൻസിലേക്ക് പോട്ടെ? എന്താ ചെയ്യണ്ടേ? ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. ഒരാള്
ഞാൻ ഒരാളുടെ പേര് വിളിക്കാം. അപ്പൊ എന്നെ വിളിക്കില്ലേ എന്നായിരിക്കും. എനിക്ക് കുറച്ചൊക്കെ തന്നെ ലെഫ്റ്റ് ആയി പോകും. അതൊക്കെ കാണുന്ന കാഴ്ച കണ്ടതൊക്കെ. ഓക്കെ, ഞാൻ ആളുടെ പേര് വിളിക്കാം. സോ ആള് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? മൂന്ന് പേര് മാത്രമേ ഓക്കെ എന്ന് പറഞ്ഞു. അവര് സംസാരിക്കാൻ റെഡിയാണ്. അപ്പൊ അവര് ഞാൻ വിളിക്കുന്നില്ല. ഓക്കെ, ഒരാള് പറയാം നമുക്ക്. ഷിബില. ഷിബില. ഓക്കെ മിസ്, ഞാൻ പറയാം. ഷിബില പറയൂ. ടെൻസിൽ നമ്മൾ പഠിച്ചത് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന്റെ സബ് പ്ലസ് V1 അതിൽ വരുന്നത് I, you, we, they, she, it, he. അതിൽ പ്ലൂരലും സബ് സിംഗുലറും വരുന്നുണ്ട്. പ്ലൂറലില് I, you, we, they. സിംഗുലറില് he, she, it, everybody. എനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് മാം എഴുതി വെച്ചത്. പിന്നെ വെർബ് 3 ടൈപ്സ് വെർബ് ഉണ്ട്. V1, V2, V3. V1 പ്രസന്റ്, V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിന്റെ ഉദാഹരണമായി സിംഗ് എ സോങ്. പിന്നെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആയിരിക്കും. പിന്നെ അടുത്ത സിംഗുലർ ഇതൊക്കെ തന്നെ മാം എനിക്ക് ഏകദേശം മനസ്സിലായത്. ഓക്കെ ശിവല. നീതു ഒന്ന് പറഞ്ഞു നോക്കി. നീതു ക്ലാസ്സിലുണ്ടോ? നീതു സ്റ്റീഫൻ. ഉണ്ട് മിസ്. ടെൻസില് കഴിഞ്ഞ നമ്മള് സിമ്പിൾ പ്രസന്റ് ആണ് പഠിച്ചത്. സിമ്പിൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് V1. സബ്ജക്റ്റ് I, you, we, they, he, she, everybody, അതൊക്കെയാണ് വരുന്നത്. സബ്ജക്റ്റിനെ തന്നെ സിംഗിൾ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. പ്ലൂറൽ സബ്ജക്റ്റില് I, you, we, they. സിംഗിൾ സബ്ജക്റ്റില് he, she, it, everybody. പിന്നെ വെർബാണ്. വെർബ് V1, V2, V3. V1 പ്രസന്റ് പാസ്റ്റ്, V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിന് എക്സാമ്പിൾ റൈറ്റ്, റോഡ്, റിട്ടേൺ. പിന്നെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ ആക്കണം. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അത് ക്ലിയർ ആണ്. ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇനിയിപ്പോ ഞാൻ സബ്ജക്ട് പറഞ്ഞു, വെർബ് എന്താന്ന് പറഞ്ഞു അല്ലെ. വെർബ് 3 ഫോംസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ V1, V2, V3. ഇത് ഓരോ വേർഡ് നിങ്ങൾക്ക് അറിയോ? എല്ലാത്തിന്റെയും V2, V3 ഒക്കെ നിങ്ങൾക്ക് അറിയോ? എല്ലാവർക്കും അറിയോ? ഇല്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ വെർബിനെ കുറച്ച് നോട്ട്സ് തരാം. എഴുതിയെടുക്കേണ്ടി വരും. എഴുതിയെടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്ലോഡ് ചെയ്യുന്നേക്കാൾ നല്ലത് എഴുതിയെടുക്കുന്ന. ആ ടൈമെങ്കിലും നിങ്ങളത് നോക്കും. അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, കയ്യിലുണ്ടല്ലോ ഒന്ന് വെച്ച് അവിടെ ഇരിക്കുള്ളൂ. നിങ്ങളത് വായിക്കുകയോ പഠിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. പക്ഷെ എഴുതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ആ ടൈമെങ്കിലും നിങ്ങളത് വായിക്കുകയും ചെയ്യും. കുറച്ചൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോ നോട്ട്സ് വേണമെങ്കിൽ ഞാൻ തരാം. വേണോ? നോട്ട്സ് വേണം തരാം. അപ്പോ വേർബിൽ തന്നെ റെഗുലർ വേർബ് ആൻഡ് ഇറഗുലർ വേർബ് ഉണ്ട്. 2 തരം വേർബുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെല്ലാം ഇതിക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടോ? റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ് പറഞ്ഞിട്ടുണ്ടോ ക്ലാസ്സില്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പോ വെർബില് റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്, അതായത് ഫോംസ് ആണ് കേട്ടോ.
ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലേ പ്ലേ എന്ന് പറയുന്ന വെർബ് അല്ലെ, അവേർഡ്. അതിന്റെ V2 V3 എന്തായിരിക്കും? പ്ലേ എങ്ങനെയാ വരാ? പ്ലേ പറയൂ, പറയണോ കേട്ടോ, ടെക്സ്റ്റ് ചെയ്യാതെ പറയുന്നുണ്ട്. പ്ലേഡ് യാ പ്ലേ പ്ലേഡ് പ്ലേഡ്. ഓക്കെ. ഇതിന്റെ V2 V3 എങ്ങനെയാണ്? സെയിം ആണല്ലേ? പ്ലേ പ്ലേഡ് പ്ലേഡ് എന്നാണ് പറയുന്നത്. ആ പ്ലേ പ്ലേഡ് പ്ലേഡ്. ഓക്കെ. ഇനി നെക്സ്റ്റ് കം ആണെങ്കിലോ? കം കെയിം കം. ഇത് സെയിം ആണോ? കമ്മ കെയിം കം. ആ സെയിം ആണോ? അല്ലല്ലോ. B2 വ്യത്യാസം വരും. ഗോ ആണെങ്കിലോ? ഗോ ഗോ വെന്റ് ഗോൺ. ഗോ വെന്റ് ഗോ. അപ്പൊ ഒരേപോലെ പോകുന്ന വെർബ് റെഗുലർ വെർബ് എന്നും ഡിഫറെന്റ് ആയിട്ട് പോകുന്നത് ഇറഗുലർ വെർബ് എന്നും പറയും. മനസ്സിലായോ? ഇതിൽ നിങ്ങൾക്ക് റെഗുലർ വെർബ് ഏകദേശം അറിയാൻ പറ്റും, പക്ഷെ ഇറഗുലർ വെർബിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. പൊതുവെ അങ്ങനെയാണ് അല്ലെ? അപ്പൊ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോകാതെ ഈ നോട്ട്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താലോ? അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്താൽ മതിയോ? എന്ത് ചെയ്യണം? ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ എഴുതാം. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ കേട്ടോ, നോട്ട് എടുത്തോളൂ. ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്, ഞാൻ നോട്ട് എടുത്തിട്ട് വരാം. ഓക്കെ, നോട്ട് എടുത്തോളൂ. ഓക്കെ, ആദ്യം ഇത് 3 ടേബിൾ ആണല്ലോ, V1 V2 V3 ഇങ്ങനെ 3 ടേബിൾ ആണ്. നിങ്ങൾ 4 ടേബിൾ ആക്കി എഴുതാം. അതായത് V1 കഴിഞ്ഞിട്ട് ആ വേർഡിന്റെ മീനിങ് എഴുതാൻ നമ്മുടെ സ്പേസ് വിടാം. അപ്പൊ 4 ടേബിള് V1 മീനിങ് V2 V3 ഇങ്ങനെ 4 ടേബിൾ ആക്കി നോട്ടിൽ എഴുതാം. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? കാരണം നിങ്ങൾക്ക് ആ വേർഡിന് മീനിങ് വേണ്ടേ അല്ലെ? മീനിങ് പഠിച്ചാലേ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ കൂടെ അത് മീനിങ് കൂടെ പഠിക്കാം. പിന്നെ ഞാൻ ഇപ്പൊ പറയുന്നത് റെഗുലർ വേർബ് ആണ് കേട്ടോ. റെഗുലർ വേർബ് അത്യാവശ്യം കുറച്ചുണ്ട്. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. വേർഡ് എഴുതാലോ. ഓക്കെ, ഫസ്റ്റ് റെഗുലർ വേർബ് ആണ്. നിങ്ങൾ വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം, റെഗുലർ വേർബ് ഹെഡിങ് കൊടുക്കാം, എന്നിട്ട് എഴുതിക്കോളൂ. ഇതില് റെഗുലർ വേർബിൽ എന്താണ്? V2 V3 സെയിം ആയിരിക്കും. അപ്പൊ സെയിം ആയത് കൊണ്ട് ഞാൻ V2 മാത്രമേ എഴുതുന്നുള്ളൂ, ടൈപ്പ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? 3 എഴുതണം. മനസ്സിലായോ? പ്ലേ പ്ലേഡ് പ്ലേഡ്. ഞാൻ ചിലപ്പോൾ ടെക്സ്റ്റ് ചെയ്യുന്നത് പ്ലേ പ്ലേഡ് എന്ന് മാത്രമായിരിക്കും. ക്ലിയർ ആയാലോ? 3 എഴുതണം. മീനിങ് ഞാൻ കൂടെ പറഞ്ഞു പോവാട്ടോ. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡും ഉണ്ടാകും, പക്ഷെ എന്നാലും നിങ്ങൾ നോട്ട് എഴുതി വെക്കുക. അറിയാവുന്നതാണെങ്കിൽ പോലും എഴുതി വെക്കാം കേട്ടോ. The first word absorb. Absorb, absorbed, absorbed. അങ്ങനെ 3 എഴുതാം. V1 V2 V3 3 എഴുതാം. Absorb, absorbed, absorbed. ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ നിങ്ങൾ കേട്ടോ. അബ്സോർബ് മീൻസ് വലിച്ചെടുക്കുക. അബ്സോർബ് ചെയ്യാന്ന് പറയില്ലേ അല്ലെ? അബ്സോർബ് ചെയ്യുക, വലിച്ചെടുക്കുക. ചില മീനിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുതണ്ട കേട്ടോ. നമ്മൾ പൊതുവെ മലയാളികള് കൂടുതലും മലയാളമല്ല പറയാ അല്ലെ? ചില വേർഡ്സ് ഇംഗ്ലീഷിൽ തന്നെയാ പറയാ. സോ അത് നമ്മൾ പിന്നെ മലയാളീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ അങ്ങനെ തന്നെ വിടാം. അതിന്റെ മീനിങ് ഒന്നും നോക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ആക്സെപ്റ്റ്. ആക്സെപ്റ്റ്, അക്സെപ്റ്റർ അറിയാലോ? അക്സെപ്റ്റിന്റെ മീനിങ് അറിയാലോ? ഓക്കെ, accuse, accused, absorb, absorbed, absorbed, accept, accepted, accepted, accuse, accused, accused. ഏതെങ്കിലും മീനിങ് കിട്ടിയില്ലെങ്കിൽ
നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. ഇതിന് ശേഷം എപ്പോഴെങ്കിലും ചോദിക്കും, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അക്യൂസ് മീനിങ് എന്താ മിസ്സേ? അക്യൂസ് മീൻസ് കുറ്റപ്പെടുത്തുക. അക്യൂസ് കുറ്റപ്പെടുത്തുക. നെക്സ്റ്റ് അച്ചീവ്. അച്ചീവ് അച്ചീവ്ഡ്. ആഡ് ആഡഡ് ആഡഡ്. ആഡ് മീൻസ് കൂട്ടിച്ചേർക്കുക, ആഡ് ചെയ്യുക, പറയാറില്ല നമ്മള്. ആഡ് കൂട്ടിച്ചേർക്കുക. അഡ്രസ്, ഇതെല്ലാം വെർബാണെന്നുള്ള ഇത് വേണം കേട്ടോ. വെർബാണ്, പ്രവൃത്തികളാണ്. അപ്പൊ ആരും ഇതിനകത്തോട് ഉപയോഗിച്ച് കേട്ടോ, നോണല്ല. അപ്പൊ ആഡ് കൂട്ടിച്ചേർക്കുക. അഡ്രസ്, അഡ്രസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേൽവിലാസം ആ അഡ്രസ് അല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞ ഇത് വെർബാണ്. ആ മേൽവിലാസം എന്ന് പറയുന്നത് നൗൺ ആണ്. ഓക്കെ, രണ്ടാണ്. ഇവിടെ അഡ്രസ് എന്ന് പറയുമ്പോൾ സംബോധന ചെയ്യുക, ഒരാളെ പരിചയപ്പെടുത്തില്ലേ, സംബോധന ചെയ്യുക, ആ അഡ്രസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Adjust, adjusted. Adjust, adjusted. Admire, admire, admired. Admire means ആദരിക്കുക. അഡ്മയർ എന്താ മിസ്സേ? ആദരിക്കുക. അഡ്മയർ ആദരിക്കുക. അല്ലോ, അല്ലോ എന്താ? അല്ലോ ചെയ്യുക, അനുമതി നൽകുക. അല്ലോ അനുമതി നൽകുക. ആൻസേർഡ് അറിയാലോ, ആൻസർ ചെയ്യുക, ഉത്തരം പറയുക. ആൻസർ ആൻസേർഡ്. അപ്ലൈ അപ്ലൈഡ്, അപ്ലൈ പ്രയോഗിക്കുക. അപ്ലൈ അപ്ലൈഡ്. അപ്പോയിന്റ് അപ്പോയിന്റ് അപ്പോയിന്റഡ്. അഡ്മിറ്റ് അഡ്മിറ്റഡ് എഴുതാം കേട്ടോ. അഡ്മിറ്റ് അഡ്മിറ്റഡ് എഴുതാം. Approach, approached. Approach means സമീപിക്കുക. Approach, approached. Arrange, arranged. Arrive, arrived. Approach സമീപിക്കുക, arrange ക്രമീകരിക്കുക, arrive വന്നു ചേരുക. Attach, attached. Ask, asked. Attack, attacked. Yeah, past, past ആണ്. ഞാൻ alphabetical ഓർഡറിലാണ് പോകുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ask, asked, attached, attached, attack, attacked. Attach എന്താ? ഘടിപ്പിക്കുക എന്ന് പറയുന്നത്, അറ്റാച്ച് ചെയ്യുക. അറ്റാക്ക് എന്താ? ആക്രമിക്കുക. ഇതൊക്കെ അറിയാവുന്ന, അതുകൊണ്ടാണ് ഞാൻ മീനിങ് പറയാത്തത് കേട്ടോ. Attract, attracted. Avoid, avoided.
Bug, barked. Bug means കുരയ്ക്കുക. Beg, begged. Beg means യാചിക്കുക. Behave, പെരുമാറുക. Behave, behaved. Believe, വിശ്വസിക്കുക. Believe, believed. Blame, blamed. Blame means കുറ്റപ്പെടുത്തുക. Build, built. Build, built, built. സെയിം തന്നെയാണ് കേട്ടോ. Call, called. Cancel, cancelled. Care, cared. Carry, carried. Okay, കഴിഞ്ഞോ? Yeah. Okay, കാര്യം ചെയ്യൂ. നിങ്ങളത് വായിക്കൂ. എല്ലാവരും വായിക്കാട്ടെ. കറക്റ്റ് പ്രൊണൗൺസിയേഷനൊക്കെ വായിക്കാൻ ശ്രദ്ധിക്കുക. ഓരോരുത്തരായിട്ട് വായിക്കാം. Okay, who's first to go and read? First ആരാ വായിക്കാമോ? First ആരാ വായിക്കുക? Absorbed. ഫിസാൻ, ഫിസാൻ. ഇത് പേരെന്തായിരുന്നു? റാഷിദ. എന്തോ? റാഷിദ. 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 ഓക്കെ, വായിക്കേ. Absorb, absorbed, absorbed. Accept, accepted, accepted, accepted. Accuse, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. റാഷിദ, Oh, നമ്മള് ED ചേർക്കുമ്പോ ഇല്ലേ, വായിക്കുമ്പോ ആ ഡ് വരണ്ട. അബ്സോർബ്, അബ്സോർബ്ഡ് ആണ്. അബ്സോർബ്ഡ് എന്ന് പറയാം. അക്സെപ്റ്റ്, അക്സെപ്റ്റഡ്, അക്സെപ്റ്റഡ്. അക്യൂസ്, അക്യൂസ്ഡ്, അക്യൂസ്ഡ്. ഡ് വരണ്ട. കറക്റ്റഡ് ആ ഡ് വരണ്ട. അച്ചീവ്, അച്ചീവ്ഡ് എന്ന് പറയണ്ട. ഓക്കെ, അച്ചീവ്, അച്ചീവ്ഡ്. ആഡ്, ആഡഡ്. അഡ്രസ്, അഡ്രസ്ഡ്. അഡ്ജസ്റ്റ്, അഡ്ജസ്റ്റഡ്. അങ്ങനെ വായിക്കാം കേട്ടോ. നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ്. ED വരുമ്പോ ആ ED പറയും. അബ്സോർബ്, അബ്സോർബ്ഡ് എന്ന് പറയും. പക്ഷെ തെറ്റാണ്, അങ്ങനെ പറയണ്ട. കൂട്ടി നിങ്ങൾ വായിക്കാം. ഓക്കെ, വായിച്ചോളൂ റാഷിദ. adjust, adjusted. Admire, admired. V3 വായിക്കണം. V3 ഇങ്ങനെ V3 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഇതിന് വേഗം വായിക്കണം. Admire, 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 admire. റാഷിദ, കൂളായിട്ട് ടെൻഷൻ അടിക്കണ്ട. കൂളായിട്ട് കറക്റ്റ് ആ ഒരു പ്രൊണൗൺസിയേഷൻ കിട്ടില്ല കേട്ടോ. ഫസ്റ്റ് നമുക്ക് കിട്ടില്ല. പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ഒരു പ്രൊണൗൺസിയേഷൻ ആ ഒരു ഫ്രണ്ട്സിന് കിട്ടും. ഓക്കെ, അതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടിരിക്കുക. അതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കുക. ഓക്കെ, Admire, admire. ഇതെപ്പോഴും വന്നിട്ടോ. Hello, allowed, allowed. Answer, answered, answered. Apply, applied. Appoint, appointed, appointed. Which, admit, admitted. Approach, approach, approach. മതിയോ മിസ്സേ? ഇനി വായിക്കണം. ഫുൾ വായിക്കണം. Arrange, arrange, arrange. Arrive, arrived, arrived. Attach, attach, attach. Ask, asked.
attack, attracted, attracted, avoid, avoided, bark, bug, bug, behave, believe, believe, blame, blamed, build, built, call, called, cancel, cancelled, carry, carried. Yeah. Okay. റഷിദ, ഓ, ഞാൻ ഒന്നുകൂടെ ഒന്ന് കറങ്ങി വരുമ്പോ വായിപ്പിക്കാം കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്തപ്പോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരാ വായിക്കാം? Ma'am. Yeah, നീതു വായിക്കും. Absorb, accept, accepted, accuse, accused, achieve, achieved, add, added, address, addressed, adjust, admire, admired, allow, allowed, apply, applied, answer, answered, appoint, appointed, admit, admitted, approach, approached, arrange, arranged, arrived, ask, asked, attach, attached, attack, attacked, attract, avoid, bark, barked, beg, begged, behave, behaved, believe, believed, blame, blamed, built, call, called, cancel, cancelled, care, cared, carry, carried. ഓക്കെ നീതു. Then ഇനി ആരാ വായിക്കാൻ പറഞ്ഞുകൊണ്ട് കുറച്ചു പേർക്ക് ലെഫ്റ്റ് ആയി പോയി. നെക്സ്റ്റ് ആരാ വായിക്കാം? എല്ലാരും വായിക്കൂ. വായിച്ച നിങ്ങൾക്കാണ് ചേഞ്ചസ് വരാറുണ്ട്, എനിക്കല്ല കേട്ടോ. ആ വാക്കുകളുടെ കുറച്ച് നമ്മുടെ അറ്റാച്ച്ഡ് ആകും, കുറച്ച് കണക്റ്റഡ് ആകും, വാക്കുകൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് വായിക്കാൻ പറയുന്നത്. അതുപോലെ കറക്റ്റ് അതുപോലെ നിങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഷെബീർ KV വിളിച്ചാലേ വരുള്ളൂല്ലേ, അല്ലാതെ വരില്ല. എവിടെയുണ്ട്? absorbed, accept, accepted, accused, accused, achieve, achieved, add, added, address, addressed, adjust, adjusted, admire, admired, allow, allowed, answer, answered, apply, applied, appoint, appointed, admit, admitted, approach, approached, arrange, arranged, arrived, ask, asked, attach, attached, attack, attacked, attract, attracted, avoid, avoided, bark, barked, beg, begged, behave, behaved, believe, believed, blame, blamed, build, built, call, called, cancel, cancelled, care, cared, carry, carried. ഓക്കെ, എല്ലാവർക്കും പ്രൊണൗൺസിയേഷൻ കുറച്ച് വിഷയമുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും. ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കോ? എന്നിട്ട് നിങ്ങൾ മാറ്റാൻ പറ്റും നോക്കൂ കേട്ടോ. നിങ്ങൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മാറ്റാൻ പറ്റുന്നു. ഓക്കെ, ED എല്ലാവർക്കും പ്രശ്നമാണ്, പൊതുവെ എല്ലാവരും ED പ്രശ്നമാണ്. ഓക്കെ, absorbed, accept, accepted, accused, accused,
achieve, achieved, achieved, add, added, added, address, addressed, addressed. Yeah. Adjust, adjusted, adjusted, admired, 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 allowed, 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 answered, 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 apply, applied, applied, appoint, appointed, appointed, approach, approached, approached, arrange, arranged, arranged, arrive, arrived, arrived, ask, asked, asked, attached, 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 attack, attacked, attacked, attract, attracted, attracted, avoid, avoided, avoided, bug, bugged, bugged, beg, begged, begged, behave, behaved, behaved, believe, believed, believed, blame, blamed, blamed, build, built, built, call, called, called, cancel, cancelled, cancelled, cared, 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 carry, carried, carried. ഞാൻ പറഞ്ഞതില് എവിടെയെങ്കിലും ഇട് കേട്ടോ? കേട്ടോ? അപ്പൊ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? അത് മാറ്റാം. ഓക്കെ, മാറ്റി മാറ്റി പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഓരോ വേർഡും നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യും. അതുപോലെ നമ്മുടെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവും. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് നമ്മൾ എങ്ങനെ പറയുന്നോ ആ ഒരു ഫ്ലുവൻസി, ആ ഒരു ടോൺ തന്നെ നിങ്ങൾ മാറും. മനസ്സിലായോ? ഇതാണ് വ്യത്യാസം. നിങ്ങൾ പറയുന്ന ആറ്, ബാർക്ക് അല്ലെ, പണ്ടൊക്കെ നമ്മൾ പറഞ്ഞ ബാർക്ക് എന്നാ, റാ പറയില്ല കേട്ടോ, ബാർക്ക്, ബാർക്കാണ് ബാർക്ക്. അതേപോലെ എന്താണ് അട്രാക്ട്, attract, attract, ഇങ്ങനെയാ വരാം. ഇനിയിപ്പോ അറേഞ്ച്, അറേഞ്ച് എന്നാ പറയാ, അറേഞ്ച് അല്ല, അറേഞ്ച്, അറേഞ്ച്, അറേഞ്ച്ഡ്. ഇപ്പൊ അറൈവ് ആണെങ്കിലോ, അറൈവ് എന്ന് പറഞ്ഞു, പണ്ടൊക്കെ അറൈവ് എന്നാ പറഞ്ഞത്, അതല്ല, അറൈവ്, 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 അറൈവ്ഡ്, അറൈവ്ഡ്. മനസ്സിലായോ? പ്രൊണൗൺസിയേഷൻ വ്യത്യാസമുണ്ടേ. ഓരോ വേർഡിന്റെയും പ്രൊണൗൺസിയേഷൻ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പറയുന്ന കേൾക്കാം. അങ്ങനെ പഠിക്കും. കാരണം നമ്മൾ പറയുന്ന ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മുടെ മദർ ടങ്, അതെ, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ മലയാളം അല്ലെ, മലയാളം അക്ഷരമാല വെച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റായാണ്, ആണ്, അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ മിസ്റ്റേക്ക് ആണ്. പക്ഷെ അതങ്ങനെയൊന്നും അല്ല കേട്ടോ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോരുത്തരോട് വായിക്കാൻ പറയുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്, ഈ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കേട്ട് നോക്കണം. നിങ്ങൾ സംസാരിക്കുന്ന ഈ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കേട്ട് നോക്കാം. നിങ്ങളുടെ ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ആ ഒരു മൊമെന്റ് എങ്കിലും ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഓ, എനിക്ക് ഞാനാണിത് സംസാരിക്കുന്നത് എന്ന് തോന്നും. മനസ്സിലായോ? അങ്ങനെയൊക്കെ തോന്നണ്ടേ, എപ്പോഴെങ്കിലൊക്കെ തോന്നണ്ടേ? എങ്ങനെ തോന്നലൊക്കെ മിസ്സേ, അങ്ങനെയൊക്കെ മാറണം. എന്നിടന്ന് പേരെന്തായിരുന്നു പറഞ്ഞല്ലോ? റാഷിദ. റാഷിദ. നിങ്ങൾ പ്രൊഫൈലിൽ നിങ്ങളുടെ പേരിടും, എനിക്ക് വായിക്കാൻ എളുപ്പമാണ്. ഞാൻ മാറ്റാം. ഓക്കെ, അപ്പൊ റാഷിദ ഒന്ന് വായിച്ചേ, ഒരു 10 വായിച്ചേ. Absorb, absorb, absorb. Accept, accept, accepted. Accuse, accuse, accused. Achieve, അക്യൂസ്ഡോ? അക്യൂസ്ഡ്, accused, accused. ഞാൻ എളുപ്പമുള്ള വായിക്കട്ടെ? വേണ്ട, അങ്ങനെ വേണ്ട, എപ്പോഴും പഠിക്കാൻ പാടില്ല. നമ്മൾ ടഫായിട്ട് പഠിക്കണം. പറയൂ. Achieve, achieved, achieved. Add, added. Address, addressed, addressed. അഡ്രസ്ഡ് അല്ല, അതാ മൂന്നാമത് അങ്ങനെ വരുന്നേ. അഡ്രസ്ഡ്. B2 കറക്റ്റ് ആയിരിക്കും, B3 പോകും. Address, addressed, addressed. അഡ്രസ്ഡ്, ആ ED നമ്മൾ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകും. അഡ്രസ്ഡ്, addressed, addressed. Okay. Adjust, adjusted, adjusted. Admire, admired, admired. Allow, allowed, allowed. Answer, answered, answered. Apply, applied, applied. Appoint, appoint, appointed.
വീണ്ടും വന്നു. ഇത് വന്നു. വീണ്ടും വന്നു. പ്രാക്ടീസ് ചെയ്താലും മാറുമല്ലോ. ഓക്കെ. പക്ഷെ മാറ്റം പറ്റില്ല അല്ലെ? രണ്ടാമത് പറഞ്ഞപ്പോ ആദ്യത്തെക്കാൾ ഇമ്പ്രൂവ്മെന്റ് രണ്ടാമത്തെ തെളിയത് മാറ്റം വന്നു. അഡ്മിറ്റഡ് അഡ്മിറ്റഡ്. അപ്രോച്ച് അപ്രോച്ച് അപ്രോച്ച്. ഈ കുറച്ച് മാറി തോന്നുന്നു. അതൊക്കെ മാറ്റാം, നമുക്ക് പെയ്യെ മാറ്റാം. നിങ്ങൾ എന്റെ പലതും മാറ്റാം. അപ്രോച്ച് അപ്രോച്ചഡ് അപ്രോച്ച്. അയ്യോ സോറി, ആ രണ്ടും പോയി. അപ്രോച്ച് അപ്രോച്ച് അപ്രോച്ചഡ്. അറേഞ്ച് 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 അറേഞ്ച്ഡ്. അറൈവ് അറൈവ്ഡ് അറൈവ്ഡ്. കൊള്ളാലോ, കണ്ടാ? പ്രാക്ടീസ് ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ കേട്ടോ എല്ലാവരും. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ വായിക്കൂ. നിങ്ങൾ ആരും വായിക്കില്ല, വിളിക്കണം ഞാൻ നിങ്ങൾ ഓരോരുത്തരെ. അല്ലാണ്ട് ഞാൻ പറയാൻ പറഞ്ഞ ആരും വരില്ല. ബാർക്ക് ബാർക്ക് ബാർക്ക്. ബഗ് ബഗ് ബഗ്. ബിൽഡ് ബിൽഡ് ബിൽഡ്. കോൾ കോൾഡ് കോൾഡ്. അവോയ്ഡ് അവോയ്ഡഡ് അവോയ്ഡഡ്. അറ്റാക്ക് അറ്റാക്കഡ് അറ്റാക്ക്. അത് പോയി, ശ്വാസം പിടിച്ചിട്ട്. പക്ഷെ റാഷിദക്ക് പറയണമെന്നുണ്ട് കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത പറയണം. ഒരിക്കലും പറയണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പ്രാക്ടീസ് ചെയ്തോളൂ റാഷിദ. വീട്ടിൽ ചെന്ന് ക്ലാസ് കഴിയുമ്പോ തന്നെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കേൾക്കാം, അതുപോലെ പഠിക്കും. ഞാൻ പറയുന്ന പോലെ പഠിക്കണമെന്ന് പറയുന്നില്ല, ചിലപ്പോൾ തെറ്റാകാം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടും. എല്ലാ വേർഡിനും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടും. അത് കോപ്പി പേസ്റ്റ് പോലെ തന്നെ പഠിക്കാം. മനസ്സിലായോ? ഇതേപോലെ തന്നെ പറഞ്ഞോ, അവര് പറയുന്ന പോലെ തന്നെ പറഞ്ഞു. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരു ഇമിറ്റേഷൻ ആണ്. മനസ്സിലായോ? അവര് പറയുന്ന അതേപോലെ നമുക്ക് കോപ്പി അടിച്ച് പറയാം. ഓക്കെ, ഇമിറ്റേഷൻ ആണ് ചെയ്യേണ്ടത്. അതേപോലെ അങ്ങനെ ചെയ്യാം. ഒരു ടോൺ തന്നെ മാറിപ്പോകും. നമ്മുടെ മലയാളം ഒന്ന് വിട്ടേക്കാം. അത് അവര് പറയുന്ന പോലെ തന്നെ ആ ടോൺ വെച്ചിട്ട് പറഞ്ഞാല് കറക്റ്റ് നമ്മ തന്നെയാണ് ഇത് പറയുന്നത് നമുക്കെന്നെ തോന്നും. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു മൊമെന്റ് വരും. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഫസ്റ്റ് നിങ്ങൾ റെക്കോർഡ് ചെയ്യാം. നിങ്ങളിപ്പോ ഞാനിപ്പോ തന്ന നോട്ട്സ് എല്ലാനും പറയുന്നത് റെക്കോർഡ് ചെയ്യും. ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ടോ, പ്രാക്ടീസ് ചെയ്യാനേക്കാൾ മുന്നേ തന്നെ നിങ്ങൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുക നിങ്ങൾ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് എല്ലാം ചെയ്ത് കുറെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് റെക്കോർഡ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ചേഞ്ചസ്. മനസ്സിലായോ? ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഓക്കെ സമ്മതിച്ചിട്ടൊക്കെ പോകും. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പറയില്ല, അതിന് നിങ്ങൾ സമയം കണ്ടെത്തിയില്ല. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത്യാവശ്യം ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാകും, ഷുവർ ആണ്. ഞാൻ പറഞ്ഞത് എന്റെ കൂടെ നിൽക്കണം, എല്ലാ കാര്യത്തിലും എന്റെ കൂടെ നിൽക്കണം. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ എന്റെ കൂടെ എല്ലാ കാര്യത്തിലും നിൽക്കുക. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുക, അതേപോലെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരും. അല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ദിവ്യ ടീച്ചർ വേറെ കിട്ടിയില്ല. ഓക്കെ, എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ മാത്രം. ഓക്കെ, സോ മാക്സിമം പഠിക്കാൻ നോക്കുക. പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രാക്ടീസ് ആണ്. തിയറീസ് ഏറ്റവും നല്ലത്. നമ്മൾ തിയറീസ് പഠിച്ചെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ പറയുന്നത് ആ ഒരു വേർഡെങ്കിൽ ഒരു വേർഡ് നല്ല രീതിയിൽ നമുക്ക് പറയണം. അത് നമുക്ക് തന്നെ ആഗ്രഹമുണ്ട് അല്ലെ? അതിന് ഏറ്റവും വലുത് പ്രാക്ടീസ് ആണ്. ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ടോ നടക്കില്ല. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ തന്നിരിക്കുന്ന വേർഡ് എല്ലാം എല്ലാ ദിവസവും വായിക്കണം. മനസ്സിലായോ? ഇതല്ല, ഒരുപാട് വേർഡ്സ് ഞാൻ തരും. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. മീൻസ് എല്ലാ ദിവസവും വായിച്ചു പോവുക. എന്താ ഗുണം എന്നറിയോ? പ്രൊണൗൺസിയേഷൻ കിട്ടും. ആ വൊക്കാബുലറി ഇമ്പ്രൂവ് ആകും. നിങ്ങൾക്ക് ആ വേർഡ്സ് എല്ലാം നിങ്ങൾ മൈൻഡിൽ ഉണ്ടാകും. മനസ്സിലായോ? എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെന്റൻസ് പറയണമെങ്കിൽ ഈ വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വായിൽ വരും. അത് മാത്രമല്ല ഫ്ലെക്സിബിലിറ്റി വരും. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ ഉള്ള ഒരു വെള്ളി വീഴില്ല, നമുക്ക് തെറ്റിപ്പോകില്ല പറയുന്നത്. അതൊക്കെ മാറും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പിന്നെ നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ, എനിക്ക് വർക്ക് ആകുന്നുണ്ട് എന്ന് തോന്നും. അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം കേട്ടോ. ഞാൻ ഇവിടെ പറഞ്ഞു, നിങ്ങൾ കേട്ട് പോയി, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല. കോഴ്സ് കംപ്ലീറ്റ് ആയാലും നമ്മൾ പറയും ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും. നിങ്ങൾ തന്നെ വിചാരിക്കണം. ഒന്നാമത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് അല്ലെ? എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് ഇങ്ങനെയൊന്ന് പറയാനേ പറ്റും. നിങ്ങൾ അത് കേൾക്കുന്നുണ്ടോ, നിങ്ങൾ എന്റെ ഓപ്പോസിറ്റ് ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. മനസ്സിലായോ? അതുകൊണ്ട് മാക്സിമം
മാക്സിമം പറയുന്നത് കേൾക്കാൻ നോക്കുക, അതുപോലെ ചെയ്യാൻ നോക്കുക, പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക, പഠിക്കാം. ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, എവിടെ വേണമെങ്കിലും പോകാം, ഏത് ജോലിക്കും പോകാം, ഹൈ സാലറി വരെയും കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് ഈ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ. ശരിയല്ലേ? എന്തിനാ അന്തസ്സായിട്ട് എവിടെയും പോയി നിൽക്കാം, കോൺഫിഡന്റ് ആയിട്ട് എവിടെയും പോകാം, നമുക്ക് ആരുടെ കൂടെ വേണമെങ്കിലും എവിടെയും പോകാം. ശരിയല്ലേ? ഇത്രക്ക് പവറാണ് ഈ ലാംഗ്വേജ്. ആ ലാംഗ്വേജ് നമ്മുടെ കൂടെ വേണ്ടേ? വേണോ? വേണം വേണം. വേണം. നിങ്ങൾ തന്നെ വിചാരിക്കണം. ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. എത്ര ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയിരുന്നാലും ഇംഗ്ലീഷ് പറയുന്ന ടീച്ചേഴ്സിന്റെ എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അത് എത്ര കേട്ടുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ. അതാണ് മനസ്സിലാക്കാം. പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഇന്ന് മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യും, ഇംഗ്ലീഷ് പഠിക്കും എന്ന ഒരു എന്താണ് നമ്മള് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന പോലെ ഇന്നൊരു വാക്കം എടുക്കുക, ചെയ്തിരിക്കും. ഓക്കെ, മടി വരും കേട്ടോ. മടിയൊക്കെ നമ്മുടെ കൂടെയുള്ള ഒരു സാധനമാണ്. അതൊക്കെ നമ്മൾ മാറ്റണം, നമ്മൾ തന്നെ മാറ്റണം. നമ്മൾ വിചാരിച്ചാൽ നടക്കാതെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഈ ബുക്ക് എടുക്കുമ്പോൾ ഉറക്കം വരും, മടി വരും, ഇതൊക്കെ സ്വാഭാവികമാണ്. കുറച്ച് നാളത്തൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ നിങ്ങളൊരു കാര്യം ചെയ്തൊരു ചലഞ്ച് ആക്കി എടുക്കും. അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഇംഗ്ലീഷ് വായിക്കും. അങ്ങനെ ഒരു 20 ദിവസം നിങ്ങൾ ഞാൻ പറയുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണ്, ചിലപ്പോൾ വേണമെങ്കിൽ ഒക്കെ ആവുന്നത് ആയിക്കോട്ടെ, 20 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങൾ എല്ലാ ദിവസവും വായിക്കും എന്നൊരു തീരുമാനം എടുക്കുക. 20 ദിവസവും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾ അതിന്റെ ഹാബിറ്റ് ആയിട്ട് മാറും. മനസ്സിലായോ? അത് ശീലമാകും. പിന്നെ നിങ്ങൾക്ക് ബുക്ക് ആ ടൈമിൽ വായിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ തോന്നും. മനസ്സിലായോ? അത് നമ്മുടെ ശീലമായി. നമ്മളിപ്പോ ഒരു ഡെയിലി ഒരു 4 മണിക്കൂർ ചായ കുടിച്ചു നോക്കി, എല്ലാ ദിവസവും ചായ കുടിക്കുകയാണ്. ഒരു ദിവസം ചായ കിട്ടാണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ? ചായ കുടിക്കുന്നവർ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമില്ല. തലവേദന എടുക്കും, ഉറക്കം വരും, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ തോന്നും. അത് എന്തുകൊണ്ടാണ്? ഇത് ശീലമായി മാറിയത് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ ബ്രെയിൻ അതായിട്ട് അറ്റാച്ച്ഡ് ആയി, അതുകൊണ്ടാണ്. സോ അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ഹാബിറ്റ്, റീഡിങ് ഒരു ഹാബിറ്റ് ആക്കാം. അതും ഇംഗ്ലീഷ് ബുക്ക് ഏതെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഞാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഞാൻ വായിക്കും എന്ന് ഉറപ്പിച്ചിട്ട് 20 ദിവസം കണ്ടിന്യൂ ആയിട്ട് വായിക്കാം. ഈ 1/2 മണിക്കൂർ എന്നുള്ളത് പിന്നീട് 1 മണിക്കൂർ ആകും. നിങ്ങൾ പോലും അറിയില്ല. 1 മണിക്കൂർ ആകും, 2 മണിക്കൂർ ആകും. പിന്നെ ആ ടൈമിൽ വായിക്കാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വായിക്കും. അതങ്ങനെയാണ്. അപ്പൊ ആ ഒരു ശീലം കൊണ്ടുവരാൻ ലൈഫില് ഏറ്റവും നല്ലൊരു ഹാബിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ? ഇതൊക്കെ ഞാനിത് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? നിങ്ങൾ ചെയ്യോ? ചെയ്യും. കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മാറ്റം എനിക്ക് അറിയാൻ പറ്റും. കാണുമ്പോ പറയണം, നേരിട്ട് എന്നോട് പറയണം. ഓക്കെ, മാറ്റം ഉണ്ടാവും. മിസ്സുമാരൊക്കെ കാണണ്ട. പിന്നെ എന്തിനാ കാണാലോ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റും. അപ്പൊ കാണാം. എല്ലാരും കാണും. ഓക്കെ, അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഓക്കെ, സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ടൈമിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് റെഡി ആയിട്ട് വരാൻ എല്ലാവരും. അതുകൊണ്ട് ഇന്ന് മുതലേ ഞാൻ ബുക്ക് വായിക്കും. ഇംഗ്ലീഷ് ബുക്ക് എന്തും ആവട്ടെ, ഇന്നതൊന്നും ഞാൻ പറയുന്നില്ല. എന്ത് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന നിങ്ങളുടെ കയ്യിലുള്ള എന്തും വായിക്കുമ്പോ മനസ്സിലാകില്ല, ഉറക്കം വരും. ഞാൻ പറയാം, ഇതെല്ലാം ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. ഉറക്കം വരും, വായിച്ചാലൊന്നും മനസ്സിലാകില്ല, ഒരുപാട് കോട്ടുകൾ വരും. സ്വാഭാവികമാണ് കേട്ടോ. ഇതൊക്കെ വരും. ശ്രദ്ധിക്കാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റില്ല. എന്നാലും വെറുതെ വായിക്കാം. വെറുതെ ഇരുന്ന് വായിച്ചു, നിങ്ങൾക്കൊന്നും തോന്നണ്ട, മനസ്സിലാക്കണ്ട, മീനിങ് അറിയണ്ട, അതൊന്നും അറിയണ്ട. വായിക്കാം. 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്. ഫസ്റ്റ് വേണമെങ്കിൽ 15 മിനിറ്റ് ആക്കാം. പിന്നെ വൈകി ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റാം. ചെയ്യണം, നിർബന്ധമാണ് കേട്ടോ. ഞാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യും. ഞാൻ പറയുന്ന കുറച്ചെങ്കിലും നിങ്ങൾ അനുസരിക്കുന്ന കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണെങ്കിൽ, ഇഷ്ടമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ കേൾക്കും, അനുസരിക്കും. ഓക്കെ, ഇമോഷണലി ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തു. അങ്ങനെയെങ്കിലും നിങ്ങൾ ഹാബിറ്റ് ആകുമോ? ഓക്കെ, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചെയ്യില്ല, എനിക്ക് വേണ്ടി ചെയ്യും. എന്റെ സ്റ്റുഡൻസ് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാലോ ധൈര്യമായിട്ട്, അല്ലെ? അപ്പോ ഇന്ന് മുതൽ ഞങ്ങൾ പഠിക്കും. ആണോ? ഇന്ന് ഉറപ്പ് നിങ്ങൾ പറഞ്ഞേ കേക്കട്ടെ. ഞാൻ ഇന്ന് മുതൽ ഞാൻ പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ,
പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫ്യൂച്ചർ ആണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് എന്താണ് 3 ഫോംസ് ആണോ പറഞ്ഞേ? V1 V2 V3 ആണ് ഉദ്ദേശിച്ചത്, അങ്ങനെയാണോ? V1 V2 V3 ആണെങ്കിൽ V1 പ്രസന്റ്, V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ് കറക്റ്റ് ഫോം. അതിന്റെ പേര് കറക്റ്റ് അങ്ങനെയാണ്. ഫസ്റ്റ് പ്രസന്റ്, V1 എന്താണ്? പ്രസന്റ് ആണ്. V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ റെഡി ആണ്. ഇന്ന് മുതൽ പഠിക്കും വേഗം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് കുറച്ചെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, സോ അതിന്റെ ചെയ്യാൻ നമുക്ക് ഞാൻ പോവാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് കാണാം. എപ്പോഴെങ്കിലും ഇല്ല എന്നാണ് അവരെന്നാണ് എനിക്ക് അറിയില്ല കേട്ടോ. ഫ്രൈഡേ ആണ്. ഓക്കെ, അപ്പോ ഫ്രൈഡേ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു. ബൈ. താങ്ക് യു.